നമ്മുടെ രാജ്യത്തിൽ ഏറ്റവും വിദ്യാസമ്പന്നരായ ഒരു സമൂഹമാണ് കേരളീയ സമൂഹം എന്നാണ് നമ്മൾ പൊതുവെ പൊങ്ങച്ചം പറയാറുള്ളത്. കേരളത്തിനകത്ത് തന്നെ ഏറ്റവും നല്ല രീതിയിൽ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള പ്രദേശം എന്ന് പേര് കേൾക്കുന്ന കണ്ണൂരിൽ ഈ കഴിഞ്ഞ ദിവസം നിതിൻ രാജ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ജാതിയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, ജീവിത പശ്ചാത്തലത്തിൻ്റെ പേരിൽ അയാൾക്ക് ഒരുപാട് അധിക്ഷേപങ്ങൾ സഹിക്കേണ്ടി വന്നു. അതിൻ്റെ ഫലമായാണ് അയാൾ ആത്മഹത്യ ചെയ്തത് എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ഈ സംഭവം നടന്ന സ്ഥലത്ത് ആ സ്ഥാപനത്തിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകൾ, മഹിളാ സംഘടനകൾ, അതുപോലെ ജാതീയ സംഘടനകളൊക്കെ ചേർന്ന് വലിയ മാർച്ചും ബഹളവും പ്രതിഷേധമൊക്കെ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി കൂടുതൽ കുട്ടികൾ, ആരോപണ വിധേയരായ അധ്യാപകരുടെ ഒരു സ്ഥിരം കലാപരിപാടിയാണ് ഇത് എന്നുള്ള രീതിയിൽ അവർക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി ഇവരൊക്കെ വരുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. കൂടാതെ ഈ സ്ഥാപനത്തിനെതിരെ വിവിധ തരത്തിലുള്ള പരാതികൾ, ആ സ്ഥാപനം നിലവിൽ വരുന്നതിനേക്കാൾ മുമ്പ് ആ സ്ഥാപനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഭൂമി കണ്ടെത്തിയപ്പോൾ ഭൂമിയുടെ തരം മാറ്റി നടത്തിയിട്ടുള്ള തട്ടിപ്പ്, മറ്റ് ഒരുപാട് നിയമപ്രശ്നങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതോടൊപ്പം ചർച്ച ചെയ്ത് വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അധ്യാപകരിങ്ങനെ ആവാവൂ. ശരിയാണ്, നമ്മുടെ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഈസ് ടു ബിൽഡ് ലൈഫ്സ്, നോട്ട് ടു ബ്രേക്ക് ലൈഫ്സ് എന്നാണ് പറയുക. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോഴും തന്ത്രപൂർവ്വം അല്ലെങ്കിൽ സൗകര്യപൂർവ്വം നമ്മൾ മറന്നു കളയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രബുദ്ധത അല്ലെങ്കിൽ പുരോഗമനം എന്നൊക്കെ പറയുന്ന വസ്തുതകൾ ആകമാനം ഒരു പച്ചക്കള്ളമാണ് എന്നും നമ്മുടെ സമൂഹം അത്യധികം മോശപ്പെട്ട രീതിയിൽ ജാതീയമായി വിഭജിക്കപ്പെട്ടാണ് കിടക്കുന്നത്. അതിൻ്റെ ഉപോൽപ്പന്നങ്ങളാണ് ഈ പറയുന്ന അധ്യാപകരും അല്ലെങ്കിൽ ഈ ഇരകളും വിക്ടിംസും എന്ന് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം. ജാതീയതയുടെ വേരുകൾ ആഴ്ന്നിറങ്ങിയിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ ജീവിച്ച് വളർന്നതുകൊണ്ട് തന്നെ ജാതീയതയെ മറികടന്നുകൊണ്ടൊരു ജീവിതം എന്ന് ചിന്തിക്കുന്നതിന് വേണ്ടി ആളുകൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ വിവേചനത്തിൻ്റെ അടിത്തറ തന്നെ ഈ ജാതീയമായ വിഭജനമാണ്. നമ്മളിപ്പോൾ ഒരു രസകരമായ ഒരു കണക്ക് സിംപ്ലി പരിശോധിക്കുകയാണെങ്കിൽ, വലിയ ഡാറ്റയൊന്നും എൻ്റെ കയ്യിലില്ല, പക്ഷേ ഇന്ത്യ രാജ്യത്തിൽ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്രയധികം ജാതി സംഘടനകളുള്ള ഒരു സംസ്ഥാനം കേരളമാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മതാടിസ്ഥാനത്തിലൊക്കെ വിവിധ പ്രദേശങ്ങളിൽ ആളുകൾ വിഘടിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും ജാതീയമായി വിഘടിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ജാതീയമായി വിഭജിക്കപ്പെട്ട സമൂഹം കേരളത്തോളം വരെ ഇല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോഴും നമ്മൾ പൊങ്ങച്ചം പറയും നമ്മൾ ഏറ്റവും പ്രബുദ്ധതയുള്ള സംസ്ഥാനമാണ്, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള സംസ്ഥാനമാണ്. നോക്കൂ, ജാതി സംഘടനകളുടെ തലയെണ്ണത്തിനനുസരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എണ്ണിക്കൊടുക്കുന്നത് രാഷ്ട്രീയ നേതൃത്വങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുടെ പദവികൾ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ നമുക്കറിയാം MLA മാർ അല്ലെങ്കിൽ MP മാർ ഇതൊക്കെ പങ്കുവെക്കുന്ന ഒരു ജാതീയമായി അങ്ങേയറ്റം വിഭജിക്കപ്പെട്ട ഒരു സമൂഹമാണ് നമ്മുടേത് എന്ന് ആരും പറയില്ല. നമുക്കറിയാം, മാധ്യമങ്ങളിലൂടെ ഒരുപക്ഷെ മറ്റൊരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ നുണകൾ പറയുകയും നുണകൾ കേൾക്കുകയും നുണകൾ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം കൂടിയാണ് നമ്മുടെ കേരളം എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം മാധ്യമങ്ങൾ നിശ്ചയിക്കുന്നതനുസരിച്ച്, അവർ ചർച്ച ചെയ്യുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മൾ വിശ്വസിക്കുന്നതും. ഈ രീതിയിൽ പോകുന്നത് കൊണ്ട് തന്നെ അവർ പറയുന്ന കഥകൾ വിശ്വസിക്കാൻ വേണ്ടി നമ്മൾ പ്രേരിപ്പിക്കപ്പെടും. യഥാർത്ഥത്തിൽ നമ്മൾ പ്രബുദ്ധരല്ല, നമ്മൾ ജാതീയമായി വിഭജിക്കപ്പെട്ടവരാണ്, നമ്മൾ പലതരത്തിൽ വിഘടിപ്പിക്കപ്പെട്ടവരാണ്. നോക്കൂ, ഈ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഇമോഷണൽ സ്കാർസ് എന്ന് പറയുന്നത് ദേ ആർ റിയൽ, ദേ ഡോണ്ട് ഷോ ബട്ട് ദേ സ്റ്റേ. ഇതൊരു വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ നോക്കൂ, നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിവേചനം നമ്മൾ സാധാരണഗതിയിലുള്ള നമ്മുടെ ജീവിത പശ്ചാത്തലത്തിൽ നമുക്ക് ഇഷ്ടംപോലെ കാണാൻ പറ്റും. ബോഡി ഷെയ്മിംഗ് എന്ന് പറയുന്നത് പോലെ തന്നെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ ഷെയിം ചെയ്യുന്നത്, പരസ്യമായിട്ടല്ലെങ്കിൽ രഹസ്യമായി ഷെയിം ചെയ്യുന്നതും അവരെ കളിയാക്കുന്നതും ഒക്കെ നമ്മുടെയൊക്കെ ജീവിത പരിസരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, അതിപ്പോൾ ഏതെങ്കിലും ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ തന്നെ ആവണമെന്നില്ല, സർക്കാർ സ്ഥാപനങ്ങളിൽ നേരിടുന്നുണ്ട്, യൂണിവേഴ്സിറ്റികളിൽ നേരിടുന്നുണ്ട്, മറ്റ് സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ നേരിടുന്നുണ്ട്. ഇതുപോലെ ഒരു ദുരന്തം സംഭവിക്കുന്ന സമയത്ത് മാത്രം ഇത് ചർച്ചകളിൽ വരികയും പിന്നീട് മാധ്യമങ്ങൾ 2, 3, 4, 5 ദിവസം ജ്വലിപ്പിക്കുന്ന രീതിയിൽ ഇത് ചർച്ചകളിൽ നിർത്തുകയും പിന്നീട് ആളുകൾ മറന്നു പോവുകയും ചെയ്യും. പിന്നീട് സൗകര്യപൂർവ്വം നമ്മൾ വീണ്ടും പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ വളരെയധികം പുരോഗമനം നേടിയിട്ടുള്ള, പ്രബുദ്ധത നേടിയിട്ടുള്ള സമൂഹമാണ് എന്ന്. വീണ്ടും ഇതേപോലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതിന് വേണ്ടി മാത്രമേ ഇതൊക്കെ കൊണ്ട് ഉപകാരപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ഒരു വ്യക്തിയുടെയും ജീവിതവും സ്വപ്നങ്ങളും വിവേചനങ്ങൾക്ക് കവർന്നെടുക്കാനുള്ളതല്ല. വിവേചനങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ നിശബ്ദത പാലിക്കുന്നവർ സമൂഹത്തെ വിഭജിക്കാൻ കൂട്ടുനിൽക്കുന്നവരാണ്. എല്ലാ വിവേചനങ്ങൾക്കുമെതിരെ സീറോ ടോളറൻസ് എന്നൊരു അവബോധം ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ നിന്നാണ് ഉയർന്നു വരേണ്ടത്. വിവേചനങ്ങൾക്കും വിഭജനങ്ങൾക്കുമെതിരെ കലാപം നയിക്കേണ്ടത് ജാതി സംഘടനകളല്ല, സമത്വത്തിൻ്റെയും മാനവീയതയുടെയും പക്ഷം പിടിക്കുന്നവരാണ്.